ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പേപ്പർ ബട്ടർഫ്ലൈ ആണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടത് പേപ്പർ, സിസേഴ്സ്, പിന്നെ ഗ്ലൂ. നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ തന്നെ 14x14 സെൻറ്റിമീറ്റർ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് നടുവിൽ ഫോൾഡ് ചെയ്യണം. ഒന്നും കൂടി കട്ട് ചെയ്തെടുക്കുക. അതിൽ ഒരു പീസ് ഹൊറിസോണ്ടലായി കട്ട് ചെയ്തിട്ട് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തതിന് ശേഷം 4 കോർണേഴ്സും ഇതേപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് മടക്കിയെടുക്കണം. മടക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കറക്റ്റ് ലെവലിൽ തന്നെ മടക്കിയെടുക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ബട്ടർഫ്ലൈ ഉണ്ടാക്കുമ്പം നല്ല ഭംഗിയായി കിട്ടുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് ഷേപ്പ് വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ 4 സൈഡും കറക്റ്റായിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ സിക്സാഗായി മടക്കിയെടുക്കുക. ഇത് ചെയ്യുമ്പോഴും ഇപ്പം ചെയ്തതുപോലെ തന്നെ കറക്റ്റ് ലെവലായി ചെയ്യാൻ ശ്രമിക്കുക. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേ ഷേപ്പിൽ കിട്ടും. ഇത് ജസ്റ്റ് നടുവിൽ ഫോൾഡ് ചെയ്യുമ്പോൾ ഒരു ചിറക് ഷേപ്പിൽ കിട്ടുന്നുണ്ട്. നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ? അതേപോലെ തന്നെ നെക്സ്റ്റ് കട്ട് ചെയ്ത പീസ് എടുക്കുക. അത് വെർട്ടിക്കലായി കട്ട് ചെയ്തിട്ട് ഇതേപോലെ തന്നെ മടക്കി കൊടുക്കുക. അങ്ങനെ 2 ചിറകും ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഗ്ലൂ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുമ്പം തന്നെ ഒരു നല്ല ഭംഗി കിട്ടും നമുക്ക്. ബട്ടർഫ്ലൈയുടെ ഏകദേശം ചിറക് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് കണ്ടു നോക്കാം. നോക്ക്, നല്ല ഭംഗിയില്ലേ കാണാൻ? ഇനി നമുക്ക് പൂമ്പാറ്റയുടെ കൊമ്പാണ് വേണ്ടത്. ഈ കൊമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്വില്ലിംഗ് റിബണാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഏത് ജസ്റ്റ് കളർ പേപ്പർ എടുത്താലും നല്ല ഭംഗി ഉണ്ടാവും. ക്വില്ലിംഗ് റിബൺ എടുത്തിട്ട് അതിൻ്റെ 2 സൈഡും വി ഷേപ്പിൽ കട്ട് ചെയ്ത് 2 സൈഡും നമുക്ക് ഫോൾഡ് ചെയ്യാം. ഒരു പൂമ്പാറ്റയുടെ ഒരു കൊമ്പിൻ്റെ രൂപത്തിൽ ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്തെടുത്തിട്ട് അത് മുകളിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒരു പേപ്പർ എടുത്തിട്ട് നമുക്ക് നടുവിൽ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇതേപോലെ തന്നെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഇതേപോലെ ടൈ ചെയ്ത് കൊടുക്കുക. ഇതേ സെയിം കളർ കൊമ്പ് ചെയ്യുന്നതിന് യൂസ് ചെയ്തിട്ടുള്ള സെയിം ക്വില്ലിംഗ് റിബൺ ആണ് ഇവിടെ ടൈ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് പൂമ്പാറ്റയുടെ ബോഡിയാണ്. അപ്പോൾ ബോഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. കളർ പേപ്പർ എടുത്ത് കഴിഞ്ഞിട്ട് അത് ഒരു ഓവൽ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. മിഡിലിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നോക്ക്, ഇപ്പം ഏകദേശം റെഡിയായി. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന കല്ലാണ് ഇവിടെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. കല്ല ഒട്ടിച്ചു കൊടുക്കുന്നത് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു തിളക്കം തന്നെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ ബട്ടർഫ്ലൈ റെഡിയായി. നോക്ക്, എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇതേപോലെ തന്നെ കളർ പേപ്പർ യൂസ് ചെയ്യാൻ പറ്റും.